ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർട്സ് ഫ്രം ഹന്ന. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീണ്ടും ഒരു പേർപ്പിൾ ജേർണലാണ്. ഇന്നത്തെ ജേർണൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത് വെറും പേർപ്പിൾ കളേഴ്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ പേർപ്പിൾ കളറിന് ആയിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഞാൻ ചെയ്ത് അറിയാതെ ഇതുപോലെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാൻ ഇട്ട ടൈമിൽ ഇതുപോലെ തന്നെ നമ്മൾ മെഴുകുതിരി അണഞ്ഞു പോയിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മെഴുകുതിരി നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അണഞ്ഞു പോയി. പിന്നെ ഞാനത് ഇപ്പോൾ ലാസ്റ്റാണ് കാണുന്നത്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജേർണലിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുതിയ ഡയറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ജേർണലെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് ജേർണൽ ചെയ്യാൻ. അപ്പോൾ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മളുടെ ജേർണലിനായിട്ടുള്ള ജേർണൽ സപ്ലൈസ്, ഒരുപാട് സംഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുറേ പേർപ്പിൾസിൻ്റെ കളേഴ്സിലുള്ളതൊക്കെ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അവർ തന്നപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് അത് വെച്ചിട്ടൊരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് അത് തന്നത് മുതലേ എനിക്ക് അപ്പം തന്നെ ജേർണൽ ചെയ്യാൻ തോന്നി. കാരണം നമുക്ക് സ്കൂളിൽ പിന്നെ ജേർണലിനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഗ്രിഡ് ലൈൻസ് ഉള്ളതാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഇതുപോലെ 2 സൈഡിലിങ്ങനെ കീറിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തത്, നമുക്ക് ഇതുപോലെ ഒരു പർപ്പിൾ റൗണ്ട് തോട്ടിൻ്റെ റൗണ്ട്സ് പോലത്തെ സംഭവമില്ലേ, തോട്ട് സ്റ്റിക്കറാണ്. അപ്പോൾ തോട്ട് സ്റ്റിക്കറിൽ ഞാൻ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല കേട്ടോ. തോട്ട് സ്റ്റിക്കറിൽ അപ്പോൾ അതങ്ങനെ പ്ലെയിനായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. ഞാൻ വരച്ചിട്ടില്ല, എന്തെങ്കിലും എഴുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ പോളോട്ട്സ് ഉണ്ടാക്കിയതാണ്. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇതിൽ ഫുള്ള് ഹാൻഡ് മെയ്ഡ്സാണ്. അപ്പോൾ 2 സംഭവങ്ങൾ മാത്രമേ പ്രിൻ്റ് എടുത്തിട്ടുള്ളതുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഇതിൽ ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പോളോട്ട്സൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വീണ്ടും ഒരു ഗ്രിഡ് ലൈൻ ഉള്ളതാണ്, ഡാർക്ക് കളർ പർപ്പിൾ. ഡാർക്ക് കളർ ആദ്യമുള്ളത് നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് കൊണ്ട് ചെയ്തതാണ്. ചെയ്ത് അങ്ങനെയല്ല കേട്ടോ, പേസ്റ്റൽ ജേർണൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റൽ സംഭവം കൊണ്ട് ചെയ്തതല്ല. അപ്പോൾ ഇത് ഡാർക്ക് കളർ കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ ലൈറ്റ് കളറായിട്ട് ഇത് പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ ഒരു ലൈറ്റ് കളർ ഇത് കണ്ടിട്ട് പെയിൻ്റ് അടിച്ച പോലെ തോന്നും. അപ്പോൾ ലൈറ്റ് കളർ പർപ്പിൾ, അപ്പോൾ അത് വേറെ ഷെയ്ഡായിട്ട്. അപ്പോൾ അത് ഞാൻ ഒരു ഗ്രിഡ് ലൈൻസ് ഒട്ടിച്ചതിൻ്റെ താഴെ പോളോട്ട്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിന് അപ്പുറത്ത് വേറൊരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഇതിൻ്റെ മറ്റേ ഭാഗം കൂടി ഞാൻ ഗ്ലൂ തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഹാളിൽ ഇരുന്നിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ ഇതാ ഈ വാഷി ടാപ്പിനാണ് നമ്മൾ മാറ്റമുണ്ടെന്ന് പറഞ്ഞത്. ഇത് പ്രിൻ്റ് എടുത്തതാണ്. പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് വാഷി ടാപ്പ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പേർപ്പിൾ കളറായപ്പോൾ അതെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇത് ഹാൻഡ് മെയ്ഡ് അല്ല. പിന്നെ ഈ വേർഡ്സിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, അതും കൂടെ. അപ്പോൾ അതും ഹാൻഡ് മെയ്ഡ് അല്ല, അതും നമ്മൾ ഉണ്ടാക്കിയതാണ്, പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ അതുപോലെ അത് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ആയിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേജ് ജസ്റ്റ് ഞാനെന്താ ചെയ്തപ്പോൾ അവനെ പൊങ്ങിപ്പോയതാണ്. സാരില്ല, അങ്ങനെ നിന്നോട്ടെ. പിന്നെ കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുത്തു, മനസ്സ് വരുന്നത്. ഞാനിപ്പോൾ ചിലപ്പോൾ എഴുതി കൊടുത്തതന്നെ എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വേർഡ്സ് ഞാൻ എഴുതി കൊടുത്തതന്നെ എഴുതിയിട്ടുണ്ട്. എന്നാലും സാരില്ല, നമുക്ക് വേർഡ്സ് എഴുതിയാൽ മാത്രം പോരെ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ തോട്ട്സൊക്കെ അതിന് താഴെ വീണ്ടും കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു എന്തൊക്കെ എഴുതി കൊടുക്കാം. ഹലോ എവരി വൺ, ഹൗ ഇസ് ഇറ്റ് ദ ഡേ സെമി എന്നൊക്കെ എഴുതി കൊടുത്തു. അതിനുശേഷം ആ ഗ്രിഡ് ലൈൻസ് ഉള്ള പേസ്റ്റൽ ഷെയ്ഡ് കൊണ്ട് ചെയ്തതിൽ ഞാൻ എന്ത് ചെയ്തു, ജേർണലിനും കൂടെ എഴുതിയിട്ടൊരു ഹാർട്ട് ഷേപ്പ് പിന്നെ പ്രധാനമാണല്ലോ. അപ്പോൾ ഹാർട്ട് ഷേപ്പും കൂടെ ഞാൻ വരച്ചെടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ജേർണൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്. ബൈ.